ഹായ്, എൻ്റെ പേര് അർജുൻ. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ്. ഞാനൊരു ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ആഫ്റ്റർ എൻ്റെ ഗ്രാജുവേഷൻ ഞാൻ ടെക്കോളാസ് ടെക്നോളജി കാലിക്കറ്റിൽ നിന്ന് ഡാറ്റ സയൻസ് കോഴ്സ് ചെയ്തു വരായിരുന്നു. ഇപ്പോൾ എനിക്കൊരു പ്ലേസ്മെൻറ്റ് ഓഫർ കിട്ടിയിട്ടുണ്ട് ഫ്രം യങ്സ് മൈൻഡ് ടെക്നോളജി സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്. അത് ഡാറ്റ സയൻറ്റിസ്റ്റ് ആയിട്ടാണ്. എൻ്റെ ഒരു ജേണി ഈ ഒരു ടെക്കോളാസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ജോബ് കിട്ടാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെൻറ്ററിങ് ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് ഓൾസോ ദേ ആർ പ്രൊവൈഡിങ് ഇൻ്റർവ്യൂ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് മോക്ക് ഇൻ്റർവ്യൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ പേഴ്സണലി, ടെക്നിക്കലി മാത്രമല്ല പേഴ്സണലി എന്നെ ഹൗ ടു ഫിറ്റ് ആവാൻ, ആ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സിനെ ഇതാക്കാൻ വേണ്ടി സഹായിച്ചു. ആൻഡ് ഇവരുടെ പ്ലാറ്റ്ഫോംസ്, AI പ്ലാറ്റ്ഫോംസ് നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനും അതുവഴി പ്ലേസ്മെൻറ്റ് വേഗത്തിൽ കിട്ടാനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളിലായാലും ഒക്കെ ഭയങ്കര കളക്റ്റീവായിരുന്നു, എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു. അപ്പം ഒരു ഓഫർ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഓഫർ അറിഞ്ഞ് അപ്ലൈ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അപ്പാർട്ട് ഫ്രം നമ്മുടെ സ്കിൽസ് ടെക്നിക്കൽ അല്ലാത്ത കോൺഫിഡൻസ് ലെവൽ, ഹൗ ടു ഫേസ് ഇൻ്റർവ്യൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. പിന്നെ ടെക്കോളാസ് ടെക്നോളജീൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു AI ബേസ്ഡ് ആയിട്ടുള്ള ജോബ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ജോബ് അപ്ലൈ ചെയ്യാനും പിന്നെ ഇൻ്റർവ്യൂ AI ആയിട്ട് അറ്റൻഡ് ചെയ്യാനും അതുവഴി നമുക്ക് എന്തൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻ്റർവ്യൂവിന് ഫേസ് ചെയ്യുക, ലൈക്ക് ബിഹേവിയർ റൗണ്ട് ആൻഡ് ടെക്നിക്കൽ റൗണ്ട് ഉണ്ട്. ഈ രണ്ടിനും നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു ഐഡിയ കിട്ടും. ആൻഡ് പിന്നെ ജോബ് അപ്ലൈ ചെയ്യാനും അതിൻ്റെ അപ്ഡേഷനൊക്കെ നമുക്ക് അതിൽ കാണാം, അനൗൺസ്മെൻറ്റ്സ്. അങ്ങനത്തെ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് അതിൽ പ്രൊവൈഡഡ് ആണ്. നമുക്ക് ഈ പ്ലാറ്റ്ഫോം എല്ലാം പ്രൊവൈഡഡ് ആണെങ്കിലും നമ്മളെ രീതിയിൽ ജോബ് അപ്ലൈ ചെയ്യാനും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ജോബ് ഫീൽഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഡാറ്റ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേഴ്സാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. പേഴ്സണലി നമ്മൾ എടുക്കുന്ന എഫേർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടുന്ന് നമ്മൾ പഠിച്ചാലും നമ്മളത് ഫോളോ അപ്പ് ചെയ്തിട്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ് എന്തായാലും ഈ ഫീൽഡിലേക്ക് വരാമെന്നുള്ള ഒരു ഡിസൈഡഡ് ആയിരുന്നു. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്തിരുന്നു. നമ്മൾ എത്രത്തോളം എഫേർട്ട് ക്ലാസ്സിൽ നിന്ന് അല്ലാതെ എടുത്തു കഴിഞ്ഞാലും ഇതിലൊരു ഫീൽഡിൽ നമുക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. ബിക്കോസ് AI എന്ന് പറഞ്ഞാൽ ഡെയിലി അപ്ഡേറ്റഡ് ആണ്. നമ്മൾ ആ വഴി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ നിൽക്കാൻ സാധിക്കൂ.